ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടിരിക്കുന്നു. ഇതടക്കമുള്ളവയാണ് ഈ നിമിഷങ്ങളിലെ പുതിയ വാർത്തകൾ. രാഷ്ട്രീയ വാർത്തകളിൽ ഒന്നാമത്തെ വാർത്ത, വിവാദമായ ബീഹാർ BD പരാമർശത്തിന് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന് നിയന്ത്രണം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. ദേശീയ വിഷയങ്ങളിൽ KPCCയുടെ മീഡിയ സെൽ ഇടപെടേണ്ട, KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ്, UDF കൺവീനർ എന്നിവരറിയാതെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഈ നിയന്ത്രണങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഫൈസൽ അസീസ് ചേരുന്നു. എന്തൊക്കെയാണ് പൂർണ്ണ നിയന്ത്രണങ്ങൾ? MS ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ BD-യുമായി BD ഫോർ ബീഹാർ എന്നൊരു പരാമർശമാണ്, ഒരു പോസ്റ്റാണ് KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ എക്സ് പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയും ചെയ്തു. BJP ദേശീയ നേതൃത്വം ഉൾപ്പെടെ വലിയ രീതിയിൽ ഈ ഒരു പോസ്റ്റിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നീങ്ങുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് അത് കേരളത്തിലെ കോൺഗ്രസ് ഘടകത്തിനെ വലിയ രീതിയിൽ അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് എങ്കിലും പ്രേക്ഷകർക്ക് അത് ഓർക്കണമെന്ന് നിർബന്ധമില്ല. എന്താണ് ആ പോസ്റ്റ് വിവാദമാകാനുള്ള കാരണം? അതിന്റെ പശ്ചാത്തലം എന്താണ്? MS GST വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഈ GSTയിൽ വന്ന ഒരു ക്രമീകരണത്തിൻ്റെ, ഒരു സ്ലാബ് ക്രമീകരണത്തിൻ്റെ ഭാഗമായി BD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ വില കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ലാബ് എടുത്തു മാറ്റിയൊരു വിഷയത്തിൽ ഈ BD ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് വില കുറയുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് B4 BD എന്നൊരു രീതിയിൽ എക്സിൽ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. ഈ ഒരു ഈ കേരള കോൺഗ്രസിൻ്റെ എക്സ് പേജിലാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. അത് ഡിജിറ്റൽ മീഡിയ സെല്ല് കൈകാര്യം ചെയ്യുന്ന അന്നത്തെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതല B4 BD എന്നൊക്കെ രീതിയിലുള്ള ഒരു എഴുത്ത് മാത്രമായിരുന്നു. അത് KPCCയുടെ എക്സ് പോസ്റ്റ് ഉണ്ടായിരുന്ന B4 BD എന്നാണ് ആ എഴുത്ത് ഉണ്ടായിരുന്നത്. ആ പോസ്റ്റാണ് വലിയ രീതിയിൽ വിവാദമാവുകയും ഒക്കെ ചെയ്തിരുന്നത്. അങ്ങനെയാണ് വിവാദമാവുന്നത്. എങ്ങനെയാണ്, എന്താണ് ആ വിവാദത്തിന് കാരണം? MS അത് തന്നെയാണ്. അതായത് ആ B4 BD എന്നുള്ളത്, ആ ബിയും BDയും ഒരുമിച്ച് വെച്ചത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു വിവാദമായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ബിക്ക് എന്താണ് പ്രാധാന്യം? അത് കേരള കോൺഗ്രസ് ബാലകൃഷ്ണപിള്ള അങ്ങനെ ആ രീതിയിലാണോ? B എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് BDയുടെ B ആണെന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അത് വിവാദമായതെന്നാണ് അറിയുന്നത്. അങ്ങനെയാണ് അത് വലിയ രീതിയിൽ ചർച്ചയുമൊക്കെ ചെയ്തത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ B4 BD എന്നുള്ളൊരു വിഷയത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ എക്സ് പേജിൽ അത്തരത്തിലൊരു പരാമർശം, അത്തരത്തിലൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബീഹാറിൽ BDക്ക് വില കുറയുകയൊക്കെ ചെയ്തിരുന്നു. GST സ്ലാബ് എടുത്തു മാറ്റിയതോടെ BDക്ക് വില കുറയുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് അതായത് ബീഹാർ സംസ്ഥാനത്തെ അവഹേളിക്കുന്ന രീതിയിലായി പോയി ആ പോസ്റ്റ് എന്നുള്ളതാണോ അതിന്റെ വിവാദത്തിന് കാരണം? തീർച്ചയായും അതാണ് വിവാദത്തിന് കാരണം എന്ന് പറയുന്നത്. അത് അത്തരത്തിൽ B4 ബീഹാർ എന്നൊക്കെ പറയുമ്പോൾ BD ഫോർ ബീഹാർ, BB അങ്ങനെ 3 B ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ അത് ബീഹാറിനെ തീർച്ചയായും അവഹേളിക്കുന്ന രീതിയിലായി പോയി എന്നുള്ളൊരു കാര്യമാണ് പുറത്തു വന്നത്. അങ്ങനെയാണ് അത് BJPയുടെ ഉൾപ്പെടെയുള്ള സൈബർ മീഡിയകൾ ഉൾപ്പെടെ അത് വലിയ രീതിയിൽ വിമർശനത്തിന് ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെയാണ് പിന്നീട് അത് വലിയ രീതിയിൽ ചർച്ചയായും ഒക്കെ ചെയ്തത്. അത് കേരളത്തിലെ KPCCയെ വലിയ രീതിയിൽ പ്രതികൂട്ടിലാക്കുകയും ഒക്കെ ചെയ്തു. വലിയ രീതിയിൽ വിമർശനമുണ്ടായി. ദേശീയ നേതൃത്വത്തിൽ നിന്നുൾപ്പെടെ ഈ KPCCയുടെ മീഡിയ സെല്ലിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിന്നുൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതികരണമൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. പിന്നീട് ഈ KPCCയുടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുണ്ടായിരുന്ന VT ബൽറാം ഈ വിഷയത്തിൽ നിന്ന് ഈ സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുമൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലൊരു വാർത്ത പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് VT ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് VT ബൽറാം ഈ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പുതിയ ഒരു ബ്രേക്കിംഗ് വാർത്ത എന്ന് പറയുന്നത്. അതായത് ഈ വിഷയത്തിന് പിന്നാലെ
പാർട്ടി നടപടിയെടുത്തിട്ടില്ല എന്നാണ് ഈ KPCC പ്രസിഡന്റ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ബീഹാറിന്റെ ഈ ഒരു വിഷയത്തിന് പിന്നാലെ ഈ തൻ്റെ അറിവോടല്ല ഈ സംഭവം എന്ന് പറഞ്ഞ് ഈ VT ബൽറാം തന്നെയാണ് ഈ ഒരു പ്രതികരണം നടത്തിയത്. താൻ പോസ്റ്റിന്, അതായത് ഈ ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ സ്ഥാനത്ത് നിന്ന്, ഈ പ്രധാന സ്ഥാനത്ത് നിന്ന് താൻ ഒഴിഞ്ഞു നിൽക്കുന്നു എന്നുള്ള രീതിയിൽ VT ബൽറാം ഒരു പരാമർശം നടത്തിയിരുന്നു. അതിനെ KPCC പ്രസിഡന്റ് അതിൽ കൃത്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമെന്ന് അന്ന് പറഞ്ഞത്, അതായത് KPCC ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇത് ആവശ്യപ്പെട്ടില്ല, അദ്ദേഹം സ്വയം മാറി നിൽക്കുകയാണ് എന്നൊക്കെ രീതിയിലുള്ള പരാമർശം ഈ സണ്ണി ജോസഫിൻ്റെ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. എന്നാൽ അതിലിപ്പോൾ നിലപാട് തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് KPCC പ്രസിഡന്റ്. ഈ പാർട്ടി ഒരിക്കലും അത്തരത്തിലൊരു നിലപാട് എടുത്തിട്ടില്ല. അത് VT ബൽറാം സോഷ്യൽ മീഡിയ സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല എന്നാണ് ഇത്തരത്തിൽ ഒരു ഈ KPCC പ്രസിഡന്റിൻ്റെ ഇപ്പോൾ ഒരു പുതിയൊരു വാർത്ത പുറത്തു വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ KPCC നേതൃയോഗത്തിൽ VT ബൽറാം ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ യോഗത്തിൽ പറഞ്ഞത് ഇക്കാര്യങ്ങളാണ്. അതായത് ഈ പ്രതിപക്ഷ നേതാവിൻ്റെയോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ UDF കൺവീനറുടെയോ അറിവില്ലാതെ കേരളത്തിൽ നിന്നുള്ള ഒരു പോസ്റ്റും ഷെയർ ചെയ്യാൻ പാടില്ല, അവരുടെ അറിവോടെ ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ഈ ദേശീയ നേതൃത്വത്തിൽ ഇടപെടേണ്ട കാര്യം KPCCക്കില്ല. അത് ദേശീയ ഡിജിറ്റൽ മീഡിയ സെല്ല് എന്താണോ തരുന്നത് അത് പോസ്റ്റ് ചെയ്യാം എന്നൊക്കെ രീതിയിലുള്ള ഒരു നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ VT ബൽറാം പറഞ്ഞത് തൻ്റെ അറിവോടെയല്ല ഈ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. അതായത് ഈ ബീഹാറിനെതിരെയുള്ള പോസ്റ്റ് തൻ്റെ അറിവോടെയല്ല പ്രത്യക്ഷപ്പെട്ടത്, താൻ ഇത് അറിഞ്ഞിട്ടില്ല. അതിൽ ആ പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കുമൊക്കെ ചെയ്തതാണ് എന്നാണ് VT ബൽറാം ഈ ഒരു വിഷയത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഇന്നലെ ഈ ഒരു വിഷയം പ്രതിപക്ഷ നേതാവ് VD സതീശനോട് ചോദിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങൾ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനൊരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല എന്നാണ്. അതായത് ഈ ഒരു സെല്ലിൻ്റെ എന്താണെന്ന് അറിയില്ല, ഇങ്ങനൊരു സെല്ല് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നാണ് ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. അതിന് മറുപടിയായി ഈ DMC, അതായത് ഡിജിറ്റൽ മീഡിയ സെൽ KPCC DMCയുടെ പ്രവർത്തകർ തന്നെ അദ്ദേഹത്തിന് മറുപടിയായി ഫേസ്ബുക്കിൽ രംഗത്തെത്തുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, അതിൻ്റെ പ്രധാനപ്പെട്ട കോട്ടുകൾ അത് ഇമേജ് രൂപത്തിലേക്ക്, കാർഡ് രൂപത്തിലേക്ക് അത് വീഡിയോ ചെയ്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി ഈ ഒരു ഡിജിറ്റൽ മീഡിയ സെല്ല്, ഇത്തരത്തിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്നവർ, ആ സൈബർ കോൺഗ്രസുകാർ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. അടൂർ പ്രകാശിനോടും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അദ്ദേഹം കൃത്യമായ രീതിയിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എങ്കിലും ഈ ഒരു ബീഹാർ സംഭവത്തിൽ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചതാണെന്നും അതിൽ മാപ്പ് പറഞ്ഞതാണെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെയാണ് ഇപ്പോൾ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിലെ പ്രവർത്തകർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. അതിൽ നിയന്ത്രണം കൊണ്ടുവരികയാണ്. ആ നിയന്ത്രണം നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഫൈസൽ.